നമസ്കാരം. ജ്യോതിടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ 2025 നവംബർ മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 1:37 സൂര്യൻ രാശി മാറുകയാണ്. തൻ്റെ നീചരാശിയായ തുലാം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സൂര്യനാണ് ഇപ്പോൾ ചൊവ്വയുടെ രാശിയായ വൃശ്ചികം രാശിയിലേക്ക് വരുന്നത്. സൂര്യൻ്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സൂര്യൻ വൃശ്ചിക രാശിയിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞല്ലോ. വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയും സൂര്യനും പരസ്പരം മിത്രങ്ങളുമാണ്. അതിനാൽ വൃശ്ചികം രാശിയിൽ വരുന്ന സൂര്യൻ ബലവാനാണ്. മാത്രമല്ല, ഈ സൂര്യന് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടിയുണ്ട്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേടക്കൂറിലെ നക്ഷത്രങ്ങൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവുമാണ്. ഇവർക്ക് സൂര്യൻ 5-ാം ഭാവപതിയാണ്. ഇപ്പോൾ വരുന്നത് അഷ്ടമഭാവത്തിലുമാണ്. അഷ്ടമഭാവം ബുധനും ശുക്രനും ഒഴിച്ച് മറ്റു ഒരു ഗ്രഹങ്ങൾക്കും നിൽക്കാൻ പറ്റിയ ഒരു ഭാവമല്ല. ഒരു ഗ്രഹം ഒരു അനിഷ്ട സ്ഥാനത്ത് വരുമ്പോൾ ആ ഗ്രഹം ഏത് ഭാവത്തിൻ്റെ അധിപനാണോ ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങൾക്കും ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന കാരകത്വങ്ങൾക്കും ഹാനി സംഭവിക്കുന്നു. സൂര്യൻ അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് ആ രോഗത്തെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കുന്നു. പിത്തസംബന്ധമായ അസുഖങ്ങൾ ഈ സമയത്തുണ്ടാകുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും തീപ്പൊള്ളൽ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാകാം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായി മെച്ചമായിരിക്കും. സന്താനങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ തന്നെ ആയിരിക്കും. അതേസമയം ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും സാമ്പത്തികമായ ചില നഷ്ടങ്ങളും ഉണ്ടാകും. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി സൂര്യനിൽ പതിയുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നതല്ല. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. ഇടവക്കൂറിലെ നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും. ഇവർക്ക് സൂര്യൻ 4-ാം ഭാവപതിയാണ്. വരുന്നത് ഇവരുടെ 7-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവം ഒരു കേന്ദ്രഭാവമാണ്. സൂര്യൻ ഒരു പാപഗ്രഹവുമാണ്. നമ്മുടെ ഒരു കേന്ദ്രഭാവത്തിൽ ഒരു പാപൻ വരുന്നത് നന്നല്ല. ഇവിടെ സൂര്യൻ 4-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം 7-ൽ നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിൽ പതിയുകയാണല്ലോ. ഇത് നന്നല്ല. സാമ്പത്തികപരമായി ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം. നമുക്ക് എത്ര തന്നെ കഴിവുകൾ ഉണ്ടായിരുന്നാലും അത് നേരാവണ്ണം വിനിയോഗിക്കുവാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. വയറിന് എന്തെങ്കിലും അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഈ സമയം ധാരാളം യാത്രകൾ ചെയ്യാനും ഇടവരും. എന്നാൽ ഇവിടേക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. ഇടവക്കൂറുകാർക്ക് സൂര്യൻ 4-ാം ഭാവപതിയാകയാൽ പിതൃധനമായി എന്തെങ്കിലും ലഭിക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ മാറി അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ വീട് പണി ആരംഭിക്കുവാനും അനുകൂലമായ സമയമാണ്. മിഥുനക്കൂറുകാരുടെ കാര്യമെടുക്കുമ്പോൾ ഇവർക്കിപ്പോൾ സൂര്യൻ 6-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാം പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. സൂര്യൻ ഇവർക്ക് 3-ാം ഭാവാധിപനാണ്. നമ്മുടെ 6-ാം ഭാവം ഒരു ഉപജയഭാവമാണ്. അവിടെ വരുന്ന സൂര്യൻ നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ്. 6-ലെ സൂര്യൻ നമുക്ക് സ്ഥാനലബ്ധിയെ തരുന്നു. കാര്യവിജയവും നൽകുന്നു. ഈ സൂര്യൻ നമുക്ക് നല്ല ശാരീരിക ക്ഷമതയെയും തരുന്നു. ഒരു പ്രമോഷനൊക്കെ ലഭിക്കുന്ന സമയമാണ്. നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഫലപ്രാപ്തിയും ഇപ്പോൾ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയെ തരുന്ന കാലമാണ്. നാനാവിധത്തിലുള്ള ധനാഗമനങ്ങൾ ഇപ്പോൾ ഉണ്ടാകാം. അമ്മയുടെ ബന്ധുക്കളുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനുമാകും. ഇപ്പോൾ ഇവരുടെ 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 10-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയുടെ മേൽ വ്യാഴദൃഷ്ടി പതിയുന്ന സമയവുമാണിത്. അതിനാൽ ഇവർക്ക് കണ്ടകശനിയുടെ ദോഷവും സംഭവിക്കുന്നില്ല. സൂര്യൻ്റെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ തരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്തതായി നോക്കുന്നത് കർക്കിടകക്കൂറുകാരുടെ ഫലങ്ങളാണ്. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ്. ഈ കൂറുകാരുടെ 2-ാം ഭാവപതിയാണ് സൂര്യൻ. ഇപ്പോൾ വരുന്നത് 5-ാം ഭാവത്തിലും. സൂര്യൻ ചാരവശാൽ നമ്മുടെ 5-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല. ചാരവശാൽ സൂര്യൻ 5-ൽ വരുമ്പോൾ നമുക്ക് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളും രോഗങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഇവർക്ക് സൂര്യൻ 2-ാം ഭാവാധിപനാണ്. 2-ാം ഭാവം നമ്മുടെ ധനസ്ഥാനമാണല്ലോ. ധനാധിപൻ 5-ാം ഭാവത്തിൽ വരുന്നത് വളരെ നല്ലത് തന്നെയാണ്. മാത്രമല്ല, ഇത് സൂര്യൻ്റെ മിത്രമായ ചൊവ്വയുടെ ക്ഷേത്രവുമാണ്. ഇതിനും പുറമെ ഉച്ചത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി സൂര്യനിൽ പതിയുകയും ചെയ്യുന്നു.
ഇതെല്ലാം സാമ്പത്തികമായ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബിസിനസ്സുകാർക്കും വ്യാപാരങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. നല്ല വാക്ചാതുര്യവും ബുദ്ധിവൈഭവവും കാണിക്കുന്ന സമയവുമായിരിക്കും. ബന്ധുക്കളോടുള്ളതിനേക്കാൾ മമത മറ്റുള്ളവരോട് കാണിക്കുന്ന സമയവുമായിരിക്കും. 9-ൽ നിൽക്കുന്ന ശനിയുടെ മേൽ വ്യാഴദൃഷ്ടി പതിയുന്നതിനാൽ ഇവർക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചിങ്ങക്കൂറുകാരുടെ കാര്യമെടുത്താൽ സൂര്യൻ ഇവരുടെ രാശിയാധിപൻ തന്നെയാണ്. വരുന്നത് 4-ാം ഭാവത്തിലും. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്തരത്തിന്റെ ആദ്യപാദം എന്നിവയാണ്. ചാരവശാൽ സൂര്യൻ നമ്മുടെ 4-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല. ഇത് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കും. പല വിധത്തിലുള്ള ക്ലേശങ്ങളും മറ്റുള്ളവരുമായിട്ടൊക്കെ വിരോധങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. ഇത് സാമാന്യമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ സൂര്യൻ ജന്മാധിപനാണ്. ആ നിലയ്ക്ക് ഇവർക്ക് ദോഷഫലങ്ങളെ കൊടുക്കുന്നില്ല, മറിച്ച് സുഖവും സന്തോഷവും തരികയും ചെയ്യും. നമ്മുടെ അമ്മയ്ക്ക് ക്ഷേമവും ഐശ്വര്യങ്ങളും ലഭിക്കും. ഗൃഹസൗഖ്യവും വാഹന ലാഭവും സിദ്ധിക്കും. ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപെടാനും സാധിക്കുന്നു. ഇത് സൂര്യന്റെ മിത്രക്ഷേത്രമാവുകയും ഉച്ചനായ വ്യാഴത്തിന്റെ ദൃഷ്ടി സൂര്യനിൽ പതിയുന്നതിനാലും നല്ല ഫലങ്ങൾ വളരെയേറെ ഉണ്ടാകും. അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണെങ്കിലും ശനിക്ക് വ്യാഴദൃഷ്ടിയുള്ളതുകൊണ്ട് ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ നീങ്ങിപ്പോകുന്നതുമാണ്. പൊതുവെ ഇവർക്ക് ഈ ഒരു മാസക്കാലം നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അടുത്തതായി നമ്മൾ കന്നിക്കൂറുകാരുടെ ഫലങ്ങളാണ് നോക്കുന്നത്. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ്. ഈ കൂറുകാരുടെ 12-ാം ഭാവപതിയാണ് സൂര്യൻ. ഇപ്പോൾ വരുന്നത് ഇവരുടെ 3-ാം ഭാവത്തിലേക്കുമാണ്. 3 ഒരു ഉപജയഭാവമാണ്. ഒരു പാപഗ്രഹത്തിന് നിൽക്കാൻ പറ്റിയ ഭാവവുമാണിത്. സൂര്യൻ ചാരവശാൽ നമ്മുടെ 3-ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളുടെ മേൽ ഒരു ആധിപത്യം നേടിയെടുക്കുവാൻ നമുക്കാകുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നും മോചനം ലഭിക്കുവാനും നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കുന്നു. ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. എന്നാൽ സൂര്യന് 12-ാം ഭാവാധിപത്യമുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മിൽ സ്വാർത്ഥ ചിന്താഗതികൾ അല്പം കൂടുതൽ ഉണ്ടാകുന്നതാണ്. തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും കൂടുതൽ സമയം ചിലവഴിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാറുള്ളൂ. മാത്രമല്ല ഈ സമയം അടുത്ത ബന്ധുക്കളുമായിട്ട് കലഹിക്കുവാനുള്ള ഒരു സാധ്യതയും കാണുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാനും അതുവഴി അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചെടുക്കുവാനും സാധ്യതയുണ്ട്. എന്നാലും വ്യാഴദൃഷ്ടി സൂര്യൻ്റെ മേൽ പതിയുകയാൽ ദോഷങ്ങൾ വലുതായി ബാധിക്കുന്നില്ല, മറിച്ച് നല്ല അനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇത് സൂര്യൻ്റെ മിത്രക്ഷേത്രവും കൂടിയാണല്ലോ. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2-ാം പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഇവരുടെ 11-ാം ഭാവാധിപനാണ് സൂര്യൻ. ഇപ്പോൾ വരുന്നത് 2-ാം ഭാവത്തിലേക്കുമാണ്. സൂര്യൻ ചാരവശാൽ നമ്മുടെ 2-ാം ഭാവത്തിൽ വരുന്നത് നല്ലതല്ല. ഇത് നമുക്ക് ധനപരമായ നഷ്ടങ്ങൾ വരുത്തും. മറ്റുള്ളവരിൽ നിന്നും ചതിയോ വഞ്ചനയോ ഉണ്ടായേക്കാം. കണ്ണിനും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ സൂര്യന് 11-ാം ഭാവാധിപത്യമുള്ളതിനാൽ ധാരാളം ധനം ഈ സമയത്ത് കൈവന്നു ചേരും. നല്ല കഴിവും സാമർഥ്യവും പ്രകടിപ്പിക്കുകയും ചെയ്യും. വൃശ്ചികം രാശി സൂര്യൻ്റെ മിത്രക്ഷേത്രമാവുകയും ഇവിടേക്ക് ഉച്ചനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുകയാൽ ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതാണ്. 6-ൽ സഞ്ചരിക്കുന്ന ശനിയുടെ മേലും വ്യാഴദൃഷ്ടി പതിയുകയാൽ ശനിയിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് അല്പം ക്ലേശത്തെ തരുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന രാശികൾക്ക് ഗുണങ്ങൾ ഏറെയായിരിക്കും. വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ 10-ാം ഭാവപതിയാണ്. ഇപ്പോൾ വരുന്നത് ഇവരുടെ ജന്മക്കൂറിലുമാണ്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ചാരവശാൽ സൂര്യൻ ജന്മക്കൂറിൽ വരുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി അല്പം മോശപ്പെടുന്നു. സാമ്പത്തികമായ നഷ്ടങ്ങളും ഉണ്ടാകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായും വരും. എന്നാൽ സൂര്യൻ ഇവരുടെ 10-ാം ഭാവപതി എന്ന നിലയിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ കൊണ്ടുതരും. പേരും പ്രശസ്തിയുമൊക്കെ ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും നമുക്ക് ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും നല്ല സമയമായിരിക്കും. കലാകാരന്മാർക്ക് തങ്ങളുടെ സർഗസിദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയവുമായിരിക്കും. ജന്മക്കൂറിൽ വന്നിരിക്കുന്ന സൂര്യൻ രാശ്യാധിപന്റെ മിത്രമാണ്. മാത്രമല്ല ഇവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വീഴുന്നുണ്ട്. ഇതെല്ലാം ഗുണാനുഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നു. 5-ൽ സഞ്ചരിക്കുന്ന ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനിയിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയാകും. മാത്രമല്ല വ്യാഴം ഉച്ചനായി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും വളരെ നല്ല ഭാഗ്യാനുഭവങ്ങളും കൊണ്ടുതരുന്നതാണ്. അടുത്ത് ധനുക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. ഇവരുടെ 9-ാം ഭാവാധിപനാണ് സൂര്യൻ. ഇപ്പോൾ വരുന്നത് 12-ാം ഭാവത്തിലാണ്.
12 നമ്മുടെ വ്യയസ്ഥാനമാണ്. ഇവിടെ സൂര്യൻ വരുമ്പോൾ നമ്മുടെ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. 12ാം ഭാവം സ്ഥാനചലനങ്ങളുടെയും വൈകല്യത്തിൻ്റെയും ഭാവവും കൂടിയാണ്. സൂര്യനെ സംബന്ധിച്ച് 12ാം ഭാവം ഗുണകരമല്ല. സൂര്യന് 9ാം ഭാവാധിപത്യമുള്ളതിനാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകും എന്നത് നേരെ തന്നെ. എങ്കിലും ചിലവുകളും അതേപോലെ ഉണ്ടാകും. രോഗങ്ങൾ, കേസ്, കുടുംബസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുവഴി കുറച്ച് ധനം ചിലവായി പോകാനും സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ഈ സൂര്യനിൽ വ്യാഴദൃഷ്ടി പതിയുന്നതിനാൽ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതാണ്. ഇപ്പോൾ 4-ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. ഇത് കണ്ടകശനിയാണ്. ഈ ശനിയുടെ മേലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനിയിൽ നിന്നുമുള്ള ദോഷങ്ങൾ വളരെയധികം കുറയുന്നതാണ്. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും അത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതിനാൽ ദോഷങ്ങൾ വളരെയേറെ കുറയുന്നു. മകരക്കൂറുകാരുടെ കാര്യം പരിശോധിക്കുമ്പോൾ സൂര്യൻ ഇവരുടെ അഷ്ടമാധിപനാണ്. വരുന്നത് 11ാം ഭാവത്തിലേക്കുമാണ്. മകരക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും. 11 എല്ലാ ഗ്രഹങ്ങളെയും പോലെ തന്നെ സൂര്യനും ഒരു നല്ല സ്ഥാനമാണ്. ഇത് നമുക്ക് അപ്രതീക്ഷിതമായി ചില നല്ല അനുഭവങ്ങൾ കൊണ്ടുതരുന്നു. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും അംഗീകാരങ്ങളും പദവികളും ഒക്കെ നേടാൻ സഹായിക്കുന്നതുമാണ്. നമ്മുടെ അഭിഷ്ടസിദ്ധിയുടെ ഒരു കാലവുമായിരിക്കും ഇത്. സൂര്യന് അഷ്ടമാധിപത്യമുള്ളതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധിപൂർവമായി കൊള്ളണമെന്നില്ല. അതിനാൽ അതുവഴി മറ്റുള്ളവരിൽ നിന്നും വഞ്ചനാത്മകമായ പ്രവൃത്തികൾ ഉണ്ടാകാനിടയുണ്ട്. അതുവഴി ധനം നഷ്ടപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ആർക്കും പണം കടം കൊടുക്കുകയോ നമുക്ക് ഉറപ്പില്ലാത്ത സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിക്കുകയോ ചെയ്യരുത്. അത് ധനനഷ്ടമുണ്ടാകാൻ ഇടയാക്കും. സൂര്യന് അഷ്ടമാധിപത്യം കൽപ്പിക്കേണ്ട എന്ന ആചാര്യവചനവും നമുക്കിവിടെ ഓർക്കാം. മാത്രമല്ല ഇത് സൂര്യൻ്റെ മിത്രക്ഷേത്രവുമാണല്ലോ. കൂടാതെ 7-ൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും സൂര്യനിൽ ലഭിക്കുന്നു. ഇതെല്ലാം ദോഷവശങ്ങളെ നശിപ്പിച്ചു കളയുകയും നല്ല അനുഭവങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ കാര്യം നോക്കാം. കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാം പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. സൂര്യൻ ഇവർക്ക് 7ാം ഭാവപതിയാണ്. ഇപ്പോൾ വരുന്നത് 10ാം ഭാവത്തിലുമാണ്. സൂര്യനെ സംബന്ധിച്ച് നമ്മുടെ കർമ്മസ്ഥാനം ഏറെ പ്രിയപ്പെട്ട ഭാവമാണ്. ഇത് നമുക്ക് ഇഷ്ടകാര്യസിദ്ധിയെ തരുന്നു. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നേടണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അത് ഇപ്പോൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു. ഔദ്യോഗിക മേഖലകളിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാകും. ഇപ്പോൾ നമ്മുടെ ശരീരാരോഗ്യവും നന്നായിരിക്കും. സൂര്യന് 7ാം ഭാവാധിപത്യമുള്ളതും നല്ല ഫലങ്ങൾ തന്നെ തരാൻ സഹായിക്കും. ഇത് നമുക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങളെ കൊണ്ടുതരുന്നതാണ്. ജീവിത പങ്കാളിയുമായിട്ട് നല്ല ഒരു ബന്ധം കെട്ടിപ്പടുത്താനും ദാമ്പത്യ സൗഖ്യം നേടാനും ഈ യോഗം സഹായിക്കുന്നു. അമിതമായ ചിലവുകളൊന്നും വരുത്തിവെക്കാതെ ഉള്ള വരവ് കൊണ്ട് സുഖകരമായി ജീവിക്കുവാനും സാധിക്കുന്നതാണ്. അവസാനമായി മീനക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ്. സൂര്യൻ ഇവരുടെ 6ാം ഭാവപതിയാണ്. ഇപ്പോൾ വരുന്നത് 9ാം ഭാവത്തിലേക്കാണ്. സൂര്യൻ അടിസ്ഥാനപരമായി ഒരു പാപഗ്രഹമാണ്. 9 നമ്മുടെ ഭാഗ്യസ്ഥാനവുമാണ്. അതിനാൽ ചാരവശാൽ സൂര്യൻ 9-ൽ വരുന്നത് നല്ലതല്ല. ഇത് നമുക്ക് കുറച്ച് ഭാഗ്യദോഷങ്ങളെ കൊണ്ടുതരും. സാമ്പത്തികമായി നഷ്ടസാധ്യതകൾ ഉണ്ടാകാനും രോഗങ്ങൾ വരാനും ആപത്തുകൾ സംഭവിക്കുവാനും ഇടയുണ്ട്. ഇപ്പോൾ കേസ് വഴക്കുകളിൽ ഇടപെടാൻ സാധ്യതയുള്ള സമയവുമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ ഇപ്പോൾ സാധിക്കുകയും ചെയ്യും. സൂര്യൻ വരുന്നത് തൻ്റെ മിത്രത്തിൻ്റെ ക്ഷേത്രമായതിനാലും ഈ സൂര്യന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഭിക്കുകയും ചെയ്യുന്നതിനാലും ദോഷങ്ങൾ കുറഞ്ഞ് നല്ല ഫലം ലഭിക്കുവാനുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ ജന്മക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയുടെ മേൽ വ്യാഴദൃഷ്ടി പതിയുന്നതിനാൽ ശനിദോഷവും നല്ല ഒരളവ് വരെ കുറയുന്നതാണ്. നമ്മൾ ഇവിടെ പരിശോധിച്ചത് 2025 നവംബർ മാസം 16-ാം തീയതിയിലെ സൂര്യൻ്റെ വൃശ്ചികം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ സാമാന്യമായ ഒരു ഫലചിന്തനമാണ്. ജാതകത്തിലെ സൂര്യൻ്റെ സ്ഥാനമനുസരിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരാം. സൂര്യദോഷമുള്ളവർ ശ്രീ മഹാദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശിവക്ഷേത്രത്തിൽ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുക. സൂര്യഗായത്രി ജപിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും സൂര്യനിൽ നിന്നുമുള്ള ദോഷങ്ങൾ കുറയാനും നല്ല ഫലങ്ങൾ ലഭിക്കുവാനും ഉത്തമമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.